ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു നർച്ചർ ടോക്സ്. ഇന്ന് നമുക്ക് കുപ്പികളിലൊക്കെ ഉള്ള ലേബൽ എങ്ങനെ എളുപ്പത്തിൽ നല്ല വൃത്തിയായിട്ട് ഇളക്കി മാറ്റാമെന്ന് നോക്കാം. പ്ലാസ്റ്റിക്കിൻ്റെയോ ഗ്ലാസിൻ്റെയോ അല്ലെങ്കിൽ എന്തുകൊണ്ടുണ്ടാക്കിയ കുപ്പിയായിരുന്നാലും ഈ ഒരു രീതിയിൽ നമുക്ക് നല്ല ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും. ഇതിന് വേണ്ടിയിട്ട് പുറത്തുനിന്ന് ഒരു സാധനം വാങ്ങിയൊന്നും വേണ്ട, വീട്ടിൽ എപ്പോഴും ഉപയോഗിക്കുന്ന സംഭവങ്ങൾ മാത്രം മതി. ലേബലിൻ്റെ ഒരു പാടുപോലും കാണില്ല, കുപ്പിയൊക്കെ വെട്ടിത്തിളങ്ങും. അപ്പം നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഞാൻ 2 കുപ്പിയാണ് എടുത്തിരിക്കുന്നത്. ഒന്ന് പ്ലാസ്റ്റിക്കിൻ്റെ ആണ്, ഇത് ഗ്ലാസിൻ്റെയും പ്ലാസ്റ്റിക്കിൻ്റെയും കുപ്പി മാത്രമല്ല, ഫൈബറിൻ്റെ ആയിരുന്നാലും അല്ലെങ്കിൽ എന്ത് മെറ്റീരിയലിൻ്റെ കുപ്പി ആയിരുന്നാലും നമുക്ക് ഇതേ രീതിയിൽ തന്നെ ഈ ലേബൽസ് ഇളക്കി മാറ്റാൻ പറ്റും. ആദ്യം നമുക്ക് ഈ 2 കുപ്പിയിലും ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇളം ചൂടുള്ള വെള്ളമാണ്, നല്ല ചൂടില്ല. നല്ല ചൂടുള്ള വെള്ളം പ്ലാസ്റ്റിക് കുപ്പിയിൽ ഒഴിച്ചാൽ കുപ്പി ഉരുകിപ്പോവും. നമ്മൾ ഈസ്റ്റ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ചൂടുള്ള വെള്ളം എടുക്കില്ലേ, അത്ര ചൂടേ ഉള്ളൂ. ഇനി ഇത് അടച്ചു വയ്ക്കാം. ഇതുപോലെ തന്നെ ആ പ്ലാസ്റ്റിക് കുപ്പിയിലും വെള്ളം നിറയ്ക്കാം. ഇനി ഈ 2 കുപ്പിയും ഇളം ചൂടുള്ള വെള്ളത്തിൽ മുക്കി വയ്ക്കാം. നേരത്തെ കുപ്പിയിൽ നിറച്ച വെള്ളത്തിൻ്റെ ചൂടേ ഉള്ളൂ ഈ വെള്ളത്തിനും. ലേബൽ കംപ്ലീറ്റ് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വേണം പാത്രത്തിൽ വെള്ളം എടുക്കാൻ. ഇനി ഇത് 20-25 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ കുപ്പിയുടെ അകത്തുനിന്നും പുറത്തുനിന്നും ചൂട് കിട്ടുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ ആ പശ ഇളകി വരും. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ആദ്യം നമുക്ക് ഗ്ലാസ് ബോട്ടിലിലെ ലേബൽ ഇളക്കി മാറ്റാം. ഇത് കണ്ടോ എന്ത് ഈസി ആയിട്ട് ഇളകി വരുന്നെന്ന്. ലേബൽ കംപ്ലീറ്റ് ഇളക്കി മാറ്റിയിട്ടുണ്ട്, പക്ഷെ കുപ്പിയിൽ കുറച്ച് പശയുണ്ട്. ഇതുപോലെ തന്നെ ആ പ്ലാസ്റ്റിക് കുപ്പിയിലെ ലേബലും ഇളക്കി മാറ്റാം. ഇളക്കിയെടുക്കുന്ന സമയത്ത് ഈസി ആയിട്ട് ഇളകി വന്നില്ലെങ്കിൽ കുറച്ച് നേരം കൂടെ വെള്ളത്തിൽ മുക്കി വെച്ചിരുന്നാൽ മതി. ഇതിലേം ലേബൽ മാറ്റിയിട്ടുണ്ട്. 2 കുപ്പിയിലും ഇപ്പോൾ പശയുണ്ട്, അതും കൂടി നമുക്ക് മാറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. ഏത് എണ്ണ വേണമെങ്കിലും എടുക്കാം. പശയുള്ള ഭാഗത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് മെറ്റലിൻ്റെ സ്ക്രബ്ബറാണ്. മെറ്റലിൻ്റെ സ്ക്രബ്ബർ ഇല്ലെങ്കിൽ കുറച്ച് കട്ടിയുള്ള കാർഡ് വല്ലതും എടുത്താൽ മതി. നമുക്ക് ഈ പശ ഒന്ന് ഉരച്ച് കളയാൻ വേണ്ടിയിട്ടാണ്. ആദ്യം നമുക്ക് വെറുതെ ഇങ്ങനെ സ്ക്രബ്ബർ കൊണ്ട് ഉരച്ചു കൊടുക്കാം. ഇനി നമുക്ക് പാത്രം കഴുകുന്ന സോപ്പോ അല്ലെങ്കിൽ ജെല്ലോ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് ഒന്നും കൂടി ഒന്ന് ഉരച്ചു കൊടുക്കാം. അപ്പോൾ ആ എണ്ണമയമൊക്കെ അങ്ങ് മാറിക്കിട്ടും. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നല്ല വൃത്തിയായിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് കുപ്പിയിലും ചെയ്യാം. ആദ്യം ഡയറക്റ്റ് സ്ക്രബ്ബർ കൊണ്ട് ഉരച്ചു കൊടുക്കുക. പിന്നെ കുറച്ച് സോപ്പോ ജെല്ലോ വെച്ചിട്ട് ഒന്നും കൂടി നന്നായിട്ട് ഉരച്ച് കഴുകുക. ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം. വെള്ളമൊക്കെ തുടച്ചു മാറ്റാം. ഞാൻ അകത്തെയും പുറത്തെയും വെള്ളമൊക്കെ തുടച്ചു മാറ്റിയിട്ടുണ്ട്. കണ്ടോ കുപ്പി തിളങ്ങുന്നത്? നല്ല ക്ലീൻ ആയിട്ട് വന്നിട്ടില്ലേ? എന്ത് ഈസിയാണല്ലേ? പശയുടെയോ ലേബലിൻ്റെയോ ഒരു പാട് പോലും ഇല്ല. അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.